മറ്റു ചില ഗുരുക്കളടുത്ത് പോയിട്ട് ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അനുയായികൾ ചോദിക്കുന്നുണ്ട്. അവരെന്താ മറുപടി പറയുന്നത്? നിന്റെ കയ്യിലുള്ളതെല്ലാം എടുത്തുപെറുക്കി വിറ്റ് ദാനം ചെയ്ത് എന്നെ അനുഗമിക്കുക, ദരിദ്രനായി എന്നെ അനുഗമിക്കുക എന്നാണ്. അദ്ദേഹം മടങ്ങിപ്പോയി എന്ന ഗ്രന്ഥം തുടർന്ന് പറയുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് കുറേ സ്വത്തുണ്ടായിരുന്നു, എല്ലാം കൂടെ കൊടുക്കാൻ അയാളെ മനസ്സ് വന്നില്ല. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ മഹാഗുരു പറയുന്നത് എന്താണെന്നറിയാവോ? സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എത്ര ദുഷ്കരം. സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് എത്രയെന്നാണ്. ഇതെങ്ങനെയാണ് പ്രായോഗികമാവുക? സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കല എന്ന് പറയുമ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് എന്തോ ഒരു മാരകമായ വിപത്താണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം അങ്ങനെ പറഞ്ഞോ? ഇല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള 10 പേരെ കുറിച്ച് പ്രവചനം നടത്തിയപ്പോൾ സമ്പന്നന്മാർ, അതിസമ്പന്നന്മാരാവുന്ന 4 പേർ ആ ലിസ്റ്റിൽ കടന്നു വരുന്നു. എല്ലാം ദാനം ചെയ്യാൻ താല്പര്യം കാണിച്ച തന്റെ അനുയായികളോട് അബീബായ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? സഅദ് റളിയല്ലാഹു അൻഹു മരിക്കാനിരിക്കും. അബീബായ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അന്ത്യരോഗത്തിൽ കാണാൻ ചെന്നു. സഅദ് തങ്ങൾ നബി തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ മതത്തിന് വേണ്ടി ദാനം ചെയ്യാൻ പോവുക. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പകുതി എന്ന് സഅദ് തങ്ങൾ വാശി പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ 1/3 എന്ന് ഇനി ഒരിക്കലും മാറൂല, അതിനേക്കാൾ കുറയില്ല എന്നുള്ള രീതിയിൽ സഅദ് റളിയല്ലാഹു അൻഹു ഷാഠ്യം പിടിച്ചു. എൻ്റെ സമ്പത്തിന്റെ 1/3 ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യാൻ ഞാൻ ഇരിക്കുകയാണ്. അത് സ്വീകരിക്കേണ്ടി വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വർത്താനുണ്ട്, അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. എന്തുകൊണ്ട് എന്ന് കൂടെ മഹാനായ റസൂൽ തങ്ങൾ സഅദ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. താങ്കളുടെ കുടുംബത്തെ, താങ്കളുടെ ഭാര്യനെ, മക്കളെ ദരിദ്രരായി, ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി, യാചിക്കുന്നവരായി, ജീവിത സന്ധാരണത്തിന് വേണ്ടി ഒച്ചാനിച്ച് നിൽക്കുന്നവരായി നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് സമ്പന്നന്മാരും ജീവിക്കാനുള്ള വിഭവങ്ങൾ സ്വന്തമായുള്ളവരുമായി ഉപേക്ഷിക്കുന്നതാകുന്നു. എത്ര മാനവികാണെന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യനെ എത്രമേൽ ഇത് ചേർത്ത് പിടിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ മൊത്തം ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിച്ച അനുയായിയെ ഹബീബായ റസൂൽ തങ്ങൾ ഇവ്വതം തിരുത്തുന്നു. ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു വരുന്ന അനുയായിയെ മറ്റൊരു ഗുരു, നിന്റെ കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കൂ എന്ന് ഉപദേശിക്കുന്നു.